ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചുമ്മാതെ വീട്ടിലുള്ള കിടന്ന് ആദ്യം പിടിക്കാനായിട്ട്. അതെ, കാശിന് ഇവിടെ അത്യാവശ്യമുള്ള സമയോ. ഈ പണം എനിക്ക് ഉടനെ കിട്ടണം. എന്റെ അമ്മ അതങ്ങനെ നഷ്ടപ്പെടുന്നില്ല. അയാള് തന്നില്ലെങ്കിൽ ഞാനെങ്കിലും കാശ് വരും പോരെ. ഓ ശരി, സമ്മതിച്ചു. നിങ്ങൾ മൂന്നുപേരും കൂടി സന്തോഷത്തോടെ ഒന്നിച്ച് താമസിക്കുന്ന കാണാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നേ. അപ്പൊ പിന്നെ മക്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ആദ്യം മകൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നന്നാക്കാൻ നോക്ക്. എന്നിട്ട് എന്നെ വന്ന് വിളിക്ക്. എന്നിട്ട് ഞാൻ വന്ന് നോക്കി നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ലെങ്കിലേ അവൾ ഇവിടെ നിൽക്കും. അത് എത്ര കാലം വേണം അവളെ തീരുമാനിക്കട്ടെ. മോനെ, ഈശ്വര, ഒരുത്തി വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഡിവോഴ്സിന്റെ ലെറ്റർ വാങ്ങിച്ചോണ്ട് രണ്ടാമത്തെ അവൾക്കും ഈ ഗതി തന്നെ വരുവോ? എന്റെ ദേവി. സാറേ, ശാലിനി കുഞ്ഞ് വരുന്നു. മോളെ, വിഷ്ണു മോളെ വിളിച്ചായിരുന്നോ? ഇല്ല അച്ഛാ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയായി ഇപ്പൊ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന. ഒന്നും ആരോടും പറയാതെ വിഷ്ണുവേട്ടൻ പോയിരിക്കുന്നു. പരുത്തിക്കുന്ന് കോളനിയിൽ നിന്നും കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള സർക്കാരിൽ നിന്നുള്ള പ്രഷർ വേറെ. എല്ലാം കൊണ്ടും ഞാൻ വല്ലാത്തൊരവസ്ഥയില്ല. വിഷ്ണുവേട്ടൻ എവിടെയാണെങ്കിലും ഒന്ന് വിളിച്ചാ മതി. എന്നെ ഇങ്ങനെ തീ തീറ്റിക്കണം, അതാ എല്ലാവരുടെയും ലക്ഷ്യം. നമ്മൾ കൊടുക്കുന്ന സ്നേഹമൊന്നും തിരിച്ചു കിട്ടുന്നില്ല അച്ഛാ. എന്നാ ഇനിയിപ്പം വിഷ്ണുവിന്റെ കാര്യത്തിൽ അധികം തീ തിന്നണ്ട. ആളെയും വന്നിട്ടുണ്ടേ, അകത്ത് കിടക്കുവാ. എവിടെയായിരുന്നു എന്ന് വല്ലതും പറഞ്ഞോ അച്ഛാ? ഞാൻ ചോദിച്ചൊന്നുമില്ല. അവന്റെ വരവ് കണ്ടപ്പം ചോദിക്കാനും തോന്നിയില്ല. ദേ, പെട്ടെന്ന് ചോദിച്ചേ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ദേ, മക്കളങ്ങോട്ടേയില്ലേ, ചെന്നൈ അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ഒരു കാര്യവും പറയാതെ വന്ന വഴിയെ മുറി കയറി കിടക്കുക. താഴേക്ക് വന്ന് എവിടെ പോയതാണെന്ന് പറയേണ്ട വരത്തില്ലേ? നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഫോണില്? എന്നെ വിളിച്ചിട്ട് വേണ്ടേ പറയാൻ. അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയില്ല. അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. പണം കയ്യിൽ നിന്ന് അവന്റെ പോയിട്ടുമുണ്ട്. എന്തായാലും അവനോട് താഴോട്ട് വരാൻ പറ. ഒന്നും കഴിക്കാതെയാ കിടക്കുന്നത്. താഴേക്ക് വരട്ടെ. എന്താണ് അവന്റെ ഭാവി പരിപാടിയെന്ന് എനിക്കിതൊന്ന് അറിയണം. ഉറങ്ങായിരുന്നില്ല അല്ലേ? വിഷ്ണുവിനോട് താഴേക്ക് ചെല്ലാൻ പറഞ്ഞു.
എവിടെയായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചാലും സത്യസന്ധമായ ഒരു മറുപടി കിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്നായതുകൊണ്ട് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞല്ലേ വന്ന് കിടന്നത്. താഴേക്ക് ചെന്ന് എന്തെങ്കിലും കഴിക്ക്, എന്നിട്ട് സംസാരിക്കാം. അതെ, സാവകാശം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. എടുത്തിയാടിയേ ഓരോന്ന് ചോദിച്ച് ബഹളം ഒന്നും വേണ്ട കേട്ടോ. ആ എനിക്കെന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്. ആ നിക്ക്. നീ എവിടെയായിരുന്നടാ? ഞാന് ശിവകാശിയില്. നീ എന്തിനാ എന്റെ അക്കൗണ്ടിൽ നിന്ന് എന്നോട് ചോദിക്കാതെ പണം എടുത്തത്? അത് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിട്ട് എടുത്തതാ. എന്തത്യാവശ്യം? പറ. ഞാൻ അറിയാത്ത പണത്തിന്റെ എന്ത് അത്യാവശ്യം നിനക്കുള്ളത്? എന്റെ അമ്മ, അത് എന്റെ സുഹൃത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഏത് സുഹൃത്ത്? കമലിനോ? എനിക്കറിയാവുന്ന നിന്റെ സുഹൃത്തെന്ന് പറയുന്നത് കമല മാത്രം. അല്ല, കമലിനല്ല. പണ്ട് ലോറി താവളത്തുണ്ടായിരുന്ന ഒരു ചക്രവാണി. അപ്പൊ അയാൾക്കൊരു അപകടം പറ്റി. അപ്പൊ ഇച്ചിരി പണത്തിന്റെ ആവശ്യം വന്നപ്പോ ഞാൻ കൊടുത്തതാ. അപ്പൊ ഞാൻ ആ പണം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. അല്ലാതെ അപ്പൊ ഞാൻ അമ്മയുടെ പണം കൊണ്ട് മുങ്ങൊന്നുമില്ലല്ലോ. മുങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞോടാ. എടാ എടാ എന്തുവായാലും അതിവിടെ ആരുടെ പറഞ്ഞിട്ട് പോയാ പോരെ? ചുമ്മാതെ വീട്ടിലുള്ളവർ കിടന്ന് ആദ്യം പിടിക്കാനായിട്ട്. അതെ, കാശിന് ഇവിടെ അത്യാവശ്യമുള്ള സമയോ. ഈ പണം എനിക്ക് ഉടനെ കിട്ടണം. എന്റെ അമ്മ അതങ്ങനെ നഷ്ടപ്പെടുന്നില്ല. അയാള് തന്നില്ലെങ്കിൽ ഞാനെങ്കിലും കാശ് വരും പോരെ. ഓ ശരി, സമ്മതിച്ചു. അല്ല, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ? ഇങ്ങനെ മിണ്ടാതെ പറയാതെ നടന്ന അവളെന്താ വിചാരിക്കേണ്ടത്? അവളെന്ത് വിചാരിക്കാൻ? അവളൊന്നും വിചാരിക്കില്ല.